മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ LDF നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സത്യാഗ്രഹം വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് സത്യാഗ്രഹ സമരം നടന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ അണിനിരന്നു. പാർലമെന്റിനകത്തും പുറത്തും വയനാടിന്റെ അവകാശത്തിനായി പ്രതിഷേധങ്ങൾ തുടരുമെന്ന് വി ശിവദാസൻ MP പറഞ്ഞു. കേരളം ഇന്ത്യയിൽ ഉൾപ്പെടുന്നു എന്നത് കേന്ദ്രം മനസ്സിലാക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ വിശാലമായ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമാണ്. എന്നാൽ വയനാട്ടിലെ ദുരന്തത്തെ കേരളീയർ ഒന്നടങ്കം സഹായിക്കണമെന്ന് യൂണിയൻ ഗവൺമെന്റിനോട് അപേക്ഷിച്ചിട്ടും യൂണിയൻ ഗവൺമെന്റ് സ്പെഷ്യൽ പാക്കേജിലൂടെ വയനാടിനെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഓരോ ഘട്ടത്തിലും വയനാട്ടിലെ ജനങ്ങളെ, ഈ കേരളത്തിലെ ജനങ്ങളെയാകെ അപമാനിക്കുന്ന നിലപാടുകളാണ് യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തി അടിയന്തര സഹായം ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ജില്ലയോട് കടുത്ത അവഗണന പുലർത്തുന്നതിനെതിരെ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് LDF തീരുമാനം. ആഗസ്റ്റ് 17-ന് 1202 കോടിയുടെ പ്രാഥമിക സഹായത്തിനുള്ള നിവേദനം സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ജില്ലയിലുണ്ടായ ദുരന്തത്തിനു ശേഷം പ്രളയം ബാധിച്ച മറ്റു സംസ്ഥാനങ്ങളിൽ അടിയന്തര സഹായം നൽകിയിട്ടും കേരളത്തോട് അവഗണന തുടരുകയാണ്. LDF ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, CPI ജില്ലാ സെക്രട്ടറി EK ബാബു, KJ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.